ഹാവൂ, ഇപ്പം എന്തോ രസമുണ്ട്. ഞാനില്ലല്ലേ കാണായിരുന്നു. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഞാൻ പോയി ഡ്രസ്സ് മാറി വരെ. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കട്ടോ. പോണേ കണ്ടില്ല കാട്ടുപൂച്ച. ഓളെ വർത്താനം കേട്ട ഓളെ ഈ പണി ഉള്ളു ചെയ്തെന്ന് തോന്നും. ആകെ 2 ബലൂൺ വീർപ്പിച്ചതിനാ ഓളെ ഈ പൊങ്ങച്ചൻ ഉള്ളു. ഓ, നീ വല്ലാണ്ട് ചിരിക്കുന്നത് വേണ്ട. നീ ഹാപ്പി ബർത്ത്ഡേ തൂക്കാനല്ലേ എന്നെ സഹായിച്ചുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ രണ്ടെണ്ണം കൂടി അവിടുന്ന് പരദൂഷണ ബസ്സിലല്ലേനോ. ഈ 2 കൂടിയപ്പോഴേ തോന്നി ഞാൻ തന്നെ ആവും എല്ലാ പണിയെടുക്കുകയെന്ന്. പിന്നെ അതൊക്കെ വിട്ട്. എന്തായാലും നീ ആൻറ്റി അങ്കിൾ എവിടെ എത്തിയെന്ന് വിളിച്ചു നോക്കി. ഞാനപ്പോൾ ഈ ജെൻസ് എവിടെ എത്തിയെന്ന് വിളിച്ചു നോക്കട്ടെ. സാറെന്നെ അങ്ങനെ താത്തണ്ട. ഈ ഡെക്കറേഷൻ്റെ ഏറ്റവും വലിയ ടഫായിട്ടുള്ള പണി അതാ, ഹാപ്പി ബർത്ത്ഡേ തൂക്കുക. അതിൽ ഓരോ അക്ഷരം വെച്ച് തൂക്കിണ്ടാക്കണ്ടേ ഞാൻ. അതിപ്പോൾ ഞാനല്ല ചെയ്തത്. പിന്നെ ആൻറ്റി നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ എത്തും, ഒരു 5 മിനിറ്റ്. എന്തൊക്കെ വന്നാലും സംസാരത്തിന് ഒരു കുറവുമില്ല. അത് മതിയല്ലോ ജീവിതത്തിൽ. അതുകൊണ്ട് ജീവിച്ചു പോകാമല്ലോ. ഇങ്ങനെയുണ്ട് 2 ഒന്നിനൊന്ന് മെച്ചമായിട്ട് 2 സ്റ്റുഡൻസ് എനിക്ക് കിട്ടിയത്. എന്തായാലും ഞാൻ മറ്റവരൊന്ന് വിളിച്ചോക്കട്ടെ. എന്നാൽ സാർ അവരെ വിളിച്ച് സെറ്റാക്ക്. ഞാൻ അപ്പേക്ക് ഡ്രിങ്ക്സിൻ്റെ കാര്യമൊക്കെ നോക്കി വരാം. ഇനിയിപ്പോൾ അവളെ വിളിക്കണ്ടേ? ഏത് പട്ടിക്കാട്ടിലാണ് 2 കൂടെ പോയതാവും. ഇവൾക്കങ്ങ് വീട്ടിൽ കയറി പോയിക്കൂടെ? എന്തിനാ ഇവനോട് ഒലിപ്പിച്ചിങ്ങനെ നിൽക്കുന്നത്? ഈ 2 സഹിക്കാൻ വയ്യ. അപ്പോൾ അത് അടുത്ത് വിളിക്കുന്ന. ഇനി ഇവൻ എന്തിത്താ വേണ്ടേ? ഹലോ, എന്താ വേണ്ടേ? എന്താ വേണ്ടെന്നാ? നിന്നെ ഞാൻ എന്തിനാടെ അവൻ്റെ കൂടെ പറഞ്ഞേച്ച്? നിങ്ങളെവിടെ? ഇങ്ങോട്ട് വരാൻ നോക്ക്, ഇവിടെയൊക്കെ സെറ്റായി. അത് ഞാനങ്ങ് മറന്നുപോയി. നീ അവനെ തന്നെ വിളിച്ച് വരാൻ പറ. ഇതൊന്നും വരുമെന്ന് എനിക്ക് തോന്നില്ല. അതെങ്ങനെയാടി? ഞാൻ അപ്പം എങ്ങനെയാ അവനെ വിളിക്കുക? അപ്പോൾ സർപ്രൈസ് ഫുള്ള് പോയില്ലേ? അത് നീ എന്തെങ്കിലും അല്ല. നിങ്ങളിപ്പോൾ എവിടെയുള്ളത്? അവൻ നിൻ്റെ അടുത്തില്ലേ? ഇല്ല. മറ്റേ പെണ്ണുമ്പിള്ളേരെ കൂടെ കുറേ നേരമായി സോളിയും കൊണ്ട് നിൽക്കുന്നു. അവൻ നിൻ്റെ അടുത്തില്ലേ? സത്യം പറടി, 2 പാടെ എന്താ അടി ഉണ്ടാക്കിയോ? 2 ഞാൻ കൊല്ലും ഇവിടെ ഇപ്പം എത്തിച്ചേർന്നില്ലെങ്കിൽ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവിടത്തെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ വന്നണ്ടല്ലോ. 2 അടിയൊക്കെ പിന്നെ ഇപ്പം ഇവിടെ എത്തിക്കൊള്ളണം. 10 മിനിറ്റ് തരും അതിനു മുമ്പേ. ഈ മണ്ടൻ. ഞാൻ പറഞ്ഞത് അവൻ എൻ്റെ കൂടെ ഇപ്പോൾ കാറിലില്ലാന്നാ. അവൻ പുറത്ത് നിൽക്കുന്നുണ്ട്. മറ്റേ പൂജല്ലേ, അവളെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. ഏത് പൂജ? നമ്മളെ കൂടെ പഠിച്ചേ? അല്ല, നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ശാന്തിച്ചിൻ്റെ മൂത്ത മോളെ. നിനക്ക് എത്ര പൂജമാരെ അറിയാം? ആകെ ഒന്നിനല്ലേ അറിയുള്ളൂ. എന്നിട്ട് അവൻ്റെ ഒരു ഉണക്കമ്മയുടെ ചോദ്യം, നമ്മളെ കൂടെ പഠിച്ചതാ. അതിന് നീ എന്തിനാ തട്ടിക്കയറുന്ന എന്നോട്? ഞാൻ ചോദിച്ചതല്ലേ. ഇനി വേറെ പൂജ ഉണ്ടോയെന്ന് എനിക്കറിയോ? എനിക്കെല്ലാത്തിനും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഏത് പൂജയോ ശ്വേതയോ ആരായാലും എനിക്ക് വേണ്ട. നീയോ അവനും ഇപ്പോൾ ഇവിടെ എത്തണം. എനിക്കത്രയേ വേണ്ടൂ. വെച്ചാ ഇവന്മാർക്കൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. മനുഷ്യനെ ഇവിടെ നിന്ന് ഇങ്ങനെ പഠിക്കുന്നത്. ഇവനെ ഇപ്പം കാണിച്ചു കൊടുക്കാം. അവൻ്റെ സംസാരം കുറേ നേരമായി. എടാ തെറുവേ, അവൻ്റെ ഒരു സ്ലോ മോഷൻ തിരിയൽ. എനിക്ക് പോകണം, നിങ്ങൾ വന്നേ. അവിടെ എനിക്ക് വേണ്ടി ജയ്സൺ കാത്തുക്കുണ്ട്. എനിക്കിപ്പോൾ പോകണം വീട്ടിലേക്ക്. നീ എന്തിനാ അതിനെ ഞാൻ തുള്ളിച്ചാട്ടുന്നേ? അവൻ നിന്നെ ആദ്യമായിട്ടൊന്നുമല്ലോ കാത്തു നിൽക്കുന്നത്. കുറച്ചേരം കാത്തു വെച്ചൊന്നും പറ്റൊന്നുമില്ല. പക്ഷെ എനിക്കിപ്പോൾ പോകണം. എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. നീ വരുന്നുണ്ടെങ്കിൽ വാ. ഇവളെ കൊണ്ട് ഒരു സ്ഥലത്തും വരേക്ക് നിൽക്കാൻ സമ്മതിക്കൂല. എന്നാൽ ശരി പൂജ, നമുക്ക് പിന്നീട് ദിവസം കാണാം. വഴിക്കൊക്കെ വരുമ്പോൾ നീ വീട്ടിൽ കയറിക്കോ. ഞാൻ ചിലപ്പോൾ അവിടെ ഉണ്ടാവും. എന്നാൽ ശരി, നമുക്ക് എപ്പോഴെങ്കിലും കാണാം. എന്നാൽ ശരി. ഇനി അവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. നീ പോകാൻ നോക്കിക്കോ. എന്നാൽ ശരിടി, ബൈ. അല്ല, എവിടേക്കാ ഇനി പോണ്ടേ? നിൻ്റെ വീട്ടിലേക്കോ എൻ്റെ വീട്ടിലേക്കോ? അവനെവിടെയുള്ളേ? നിൻ്റെ വീട്ടിലേക്ക്. അല്ല, നീ എന്താ പൂജേനോടൊന്നും മിണ്ടാഞ്ഞ്? അവളത് ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒന്നില്ലേ നമ്മളെ കൂടെ പഠിച്ചതല്ലേ? എന്ത് മിണ്ടാനാ? ഞാൻ ആദ്യമൊക്കെ മിണ്ടിയല്ലോ. പിന്നെ ഒന്നുമില്ല, അവളോട് മിണ്ടാൻ തോന്നിയില്ല, അത്ര തന്നെ. നീ നിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് ആദ്യം ഒന്ന് മാറ്റ്. നിനക്ക് വേറെ ആരോടും മിണ്ടാൻ പറ്റൂല, ആരോടും ചിരിക്കാൻ പറ്റൂല. ഇതൊന്നും അത്ര ശരിയല്ല. ഞാനിങ്ങനെയൊക്കെ തന്നെയാ. എനിക്കിതാ ഇഷ്ടം. നീ എന്തേലും കാണിക്കുക. നിന്നോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ തലയിൽ കയറത്തില്ല. അല്ല, നീ ഇപ്പം എന്താ തുള്ളിച്ചാടി പോകുന്നത്? അവൻ കുറച്ചേരം നിന്നെ വെയിറ്റ് ചെയ്ത് എന്തേ പറ്റി പോവുമായിരുന്നോ? എന്തെങ്കിലുമൊക്കെ പറ്റിയെന്ന് വരും. കാരണം എനിക്ക് നിന്നെ പോലെ കണ്ട പെണ്ണുങ്ങളോട് സോൾഡി കുത്തിരിക്കാൻ ടൈമില്ല. ജൻസ, നീ വേറെ തുടങ്ങാൻ നിൽക്കണ്ട. നീ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറേ നാൾക്ക് ശേഷം ക്ലാസ്മേറ്റിനെ കണ്ട് സംസാരിച്ചതിനാണോ നീ ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കുന്നത്? പിന്നെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് സംസാരിക്കുക എന്നുള്ളത് ഒരു മാനേഴ്സാ. അത് ഞാൻ കീപ്പ് ചെയ്തു, അത്രയേ ഉള്ളൂ.
അല്ലാണ്ടേ സൊള്ളണം എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ, അതിന് എനിക്ക് വേറെ നല്ല പെണ്ണുങ്ങളെ കിട്ടും. അത് ഞാൻ അത്രയും ചീപ്പല്ലാത്തോട്ടാ. മനസ്സിലായോ നിനക്ക്? പിന്നെ നീ എനിക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെ അവളും എനിക്ക്. അത്ര തന്നെ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. നീ വലിയ ഓവറാവാൻ വരണ്ട. അവളെ പോലെയാണോ ഞാൻ? ഹാ, നീ എൻ്റെ ക്ലാസ്മേറ്റ് അല്ലേ, അവളും എൻ്റെ ക്ലാസ്മേറ്റാ. ഇതിൽ വലിയ ഇത്ര മാത്രം പറയാൻ എന്തിട്ടുള്ളു? പിന്നെ നിനക്ക് ഞാൻ കുറച്ചും കൂടി പ്രയോറിറ്റി തരുന്നുണ്ട്. കാരണം നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ സിസ്റ്ററാ. ആ പ്രയോറിറ്റി ഞാൻ അവൾക്ക് കൊടുക്കുന്നില്ല. അത് വിചാരിച്ചത് എൻ്റെ തലയിൽ കയറാൻ നിൽക്കരുത്. ഞാൻ അതിന് ആർക്കും അധികാരം കൊടുത്തിട്ടുമില്ല. അത് മനസ്സിലാക്കി പെരുമാറിക്കോളുക. ഓ, ഞാൻ ജെയ്സന്റെ സിസ്റ്റർ ആയതുകൊണ്ടല്ലേ ആ പ്രയോറിറ്റിയും? അല്ലെങ്കിൽ ഞാൻ അവളെപ്പോലെ തന്നെ നിനക്ക് വേറെ ഒരു ക്ലാസ്മേറ്റ്, അത്രയല്ലേ ഉള്ളൂ? ഓ, ഇനി അടുത്തതും കൊണ്ട് വരല്ല ജെൻസാ. എൻ്റെ മൂഡ് മൊത്തം പോയി കിടക്കുക. ഞാനാണ് അതിനൊക്കെ കാരണം. ആ, നീ തന്നെയാ. നിന്റെ ഈ സ്വഭാവവും നിന്റെ ഈ ആറ്റിറ്റ്യൂഡും തന്നെ എല്ലാത്തിനും കാരണം. എല്ലാരും മൂഡ് നശിപ്പിച്ചപ്പോൾ സമാധാനമായി. എന്താടാ ഫെലിക്സേ, നീ എന്തിനാ വിളിച്ചേ? സാറെവിടെയാ? ഇത് അറിയാനാടാ മരപ്പട്ടി നീ ഇപ്പം എന്നെ വിളിച്ചത്? ഞാൻ വീട്ടിലല്ലാണ്ട് ഉഗാണ്ടേ പോയി കിടക്കുവോ? അതല്ല, സാറ് വീട്ടിൽ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. സാറപ്പം എന്നാൽ ഇവിടേക്കൊന്ന് വരൂലേ? ഞാനെന്തിനപ്പം അങ്ങോട്ട് വരുന്നത്? എന്ത് എനിക്ക് ഒരു കാര്യമില്ല. എനിക്കാണെങ്കിൽ ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, ഞാൻ അതിന് പോകാൻ നിൽക്കുക. നീ എന്താ കാര്യം എന്ന് പറഞ്ഞത് വെച്ചിട്ട് പോയാ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. സാറ് ഇവിടെ വരണം. നമുക്കൊരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ട്. അതിന് സാർ എന്തായാലും വേണം. മീറ്റിങ്ങാ? എന്ത് മീറ്റിംഗ്? ഒന്നിപ്പോൾ നടക്കൂല. ജെൻസനായിട്ട് വിളിച്ചു പറഞ്ഞു. അവൾ വന്നോളൂ. അതിന് മാം എന്ന് ലീവിലാ. ഓ, അങ്ങനെ ഒരു വള്ളിക്കെട്ടുണ്ടല്ലേ. എന്നാ നീ എന്നെ വിളിച്ച് സമയം കളയാണ്ട് പപ്പേനെ പോയി വിളിക്ക്. ഫിലിപ്പ് സാറ് നമ്മളെ ഗോഡൗണിലേക്ക് പോയതല്ലേ, അതുകൊണ്ടാണ് സാറിനെ ഏൽപ്പിച്ചത്. അല്ലേ ഫിലിപ്പ് സാറ് മതിയായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ ഏറ്റെടുക്കി. എന്നാ നീ തന്നെ അങ്ങോട്ട് എടുക്ക്. നീ തന്നെ ചെയ്തോ മീറ്റിംഗ്. അതിനിപ്പോൾ വലിയ കുത്തരിയുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഞാനിപ്പോൾ അതിനായിട്ട് അങ്ങോട്ട് വരുന്നില്ല. എൻ്റെ പൊന്നു സാറേ, വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. രാവിലത്തെ 3 മീറ്റിംഗ് ഞാൻ തന്നെ ചെയ്തത്. ഈ ഒറ്റ മീറ്റിങ്ങിന് മതി സാറേ. അവൾക്ക് സാറിനെ കാണണം എന്നാ പറഞ്ഞേ. സാറെ കണ്ടാൽ മാത്രമേ സൈൻ ചെയ്ത് തരുള്ളൂ എന്ന്. അതുകൊണ്ടല്ലേ ഒന്ന് വേഗം വരി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റത്തെ പരിപാടിയല്ലേ ഉള്ളൂ. സാറൊന്നും അവൾക്ക് കാണണം. അത് കഴിഞ്ഞ് സാറിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്കോ കല്യാണ ഫംഗ്ഷനോ എന്തിനു വേണേ പോയിക്കോളി. ഒരു 5 മിനിറ്റത്തെ പരിപാടിക്ക് അതും എന്നെ കാണാനായിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് വരണം? ഒന്ന് പോടാർന്ന്. അവൾക്ക് എന്നെ കാണാൻ അത്ര പൂതിയാണെങ്കിൽ എൻ്റെ ഒരു ഫോട്ടോ ഞാനിപ്പോൾ അങ്ങോട്ട് അയച്ചുതരാം. അതങ്ങ് കാണിച്ചു കൊടുത്ത് സമാധാനപ്പെടുത്തോലെ. ഇതിൻ്റെ ഇടയിൽ കൂടെ അയാളൊരു വളിഞ്ഞ തമാശ. എൻ്റെ പൊന്ന് സാറേ, സാറൊന്നും ഇങ്ങോട്ട് വരി. അല്ലാണ്ട് നടക്കൂല ഈ കാര്യമൊന്നും. എടാ, നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. തൽക്കാലം നീയാണ് ജെയ്ഡൻ ഫിലിപ്പ് എന്ന് പറഞ്ഞ അങ്ങോട്ട് മുമ്പ് കയറി ചെന്ന് നോക്ക്. വേണമെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും പി ആയിട്ട് കൂടെ കൂട്ടിക്കോ. നിനക്ക് എൻ്റെ സൈൻ കണ്ടറിയില്ലേ? ഏകദേശം അങ്ങനെ ഒരു സൈൻ ഇട്ട് കൊടുത്ത് കാര്യം നിർത്തേക്ക്. പക്ഷെ അവർക്ക് എന്നെ അറിയാലോ. അപ്പം ഞാനെന്ത് ചെയ്യും? ഇതിപ്പോൾ ഒരു രക്ഷയില്ല. സാറെന്നെ ഇങ്ങോട്ട് വരണം. അല്ല, അവിടെ ന്യൂസ് സ്റ്റാഫ് ഒന്നുമില്ല ഇതുവരെ? അവരൊന്നും കാണാത്ത അവരെ പിടിച്ച് ജയിലിനാക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു ന്യൂസ് സ്റ്റാഫും ഇല്ല, ഒക്കെ പഴയതാ. ഇത് വല്ലത്തെ കുരിശായല്ലോ പണ്ടാരം പിടിക്കാൻ. ഞാൻ വരാം. എന്നെ 5 മിനിറ്റിനുള്ളിൽ വിട്ടില്ലെങ്കിൽ നിന്റെ കാര്യം തീർന്നടാ. എൻ്റെ കർത്താവേ, എനിക്ക് ഈ അച്ഛൻ്റെയും മക്കളെ ഇടയിൽ നിന്ന് ജീവിച്ചു പോവാൻ വയ്യേ. അല്ല, അവരെന്താ എത്താത്തേ? ഒന്നും കൂടി വിളിച്ചു ചോദിച്ചോക്ക്. അവരിങ്ങനെ വന്നോളൂ. നീ ഒന്ന് ഒച്ചയും വെള്ളം ഉണ്ടാക്കാതെ നിൽക്ക്. കുറെ നേരമായി കലപ്പില. ബാക്കിയുള്ള ചെവിക്കൊരു സമാധാനം താ. തന്തപ്പിടി തുടങ്ങി. മക്കളെത്തി തോന്നുന്നു. അപ്പോൾ ഒക്കെ സെറ്റല്ലേ? അവൻ വാൽ തുറക്കുമ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഓക്കെ. ഇതൊക്കെ എപ്പോൾ റെഡിയാക്കി? അതൊക്കെ ഞങ്ങൾ റെഡിയാക്കി. എങ്ങനെയുണ്ട്? സർപ്രൈസ് ആയോ മോൻ? എനിക്ക് അത്ര അറിഞ്ഞാൽ മതി. ഞാൻ ചെറിയതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഇത്ര ഗംഭീരാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ കഷ്ടപ്പെട്ടതിന് കാര്യം ഉണ്ടായി. ആര്? അല്ല, നമ്മളെ. എന്തോ? നിങ്ങള് പോരെ?
ഇപ്പോഴാണ് അത് ശരിയായത്, മനസ്സിലായ? ആ, നീ പോയി ഡ്രസ്സ് മാറി വാ. ഞാൻ കട്ടിലിൽ വെച്ചിട്ടുണ്ട് ഡ്രസ്സ്. അതൊക്കെ ഇട്ട് വാ. എന്തായാലും വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളതല്ലേ. നീ ഒരുപാട് കറങ്ങി വന്നാലേ. ഈ ഡ്രസ്സ് വേണ്ട, നീ മാറ്റി വാ. അമ്മേ, ഇതന്നെ മതി, ഇനി മാറ്റമൊന്നും വേണ്ട. പുതിയ ഡ്രസ്സ് ഇട്ടെന്ന് വെച്ച് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. നീ പറഞ്ഞ കേട്ടാ മതി. നീ പോയി ഡ്രസ്സ് മാറി വന്നേ. ആൻറ്റി, അത് ഞാൻ നോക്കിക്കോളാം, ഒട്ടും ബേജാറുണ്ട്. അവനെ ഇപ്പം ഞാൻ റെഡിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാം. അല്ല, ജെൻസി എവിടെ പോയി? നിന്റെ കൂടെ പോയതല്ലേ, ഉള്ളോട് കയറി കണ്ടില്ല. ആ അതന്നെ ഞാൻ നോക്കുന്നത്. അവളവിടെ പോയി. ചിലപ്പോൾ ഇനി അവന് സർപ്രൈസ് ആയിക്കോട്ടെ വെച്ചിട്ട് മാറുന്നതാണോ, പുറത്തോടെ ഉണ്ടാവും. ഞാൻ ഒന്ന് പോയേക്ക് വരാം. അയ്യോ അങ്കിൾ, ഇനിയിപ്പോൾ അതിനായിട്ട് എണീക്കണ്ട, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. എല്ലാത്തിനും കാരണം ഞാൻ വെറുതെ മണ്ടിയായിട്ട് കുറേ സ്വപ്നങ്ങളും കണ്ട് ഒന്നും വേണ്ടില്ലായിരുന്നു. ഹായ് ജെൻസു, എന്താണ് പുറത്തേക്കുന്നത്? ഇച്ചായി, ബാ, അവിടെ തുടങ്ങിയടി. ഞാൻ വരാൻ കുറച്ച് നേരം വൈകിപ്പോയി. ആ ഓഫീസിൽ കയറേണ്ടി വന്ന്, അതാണ്. നീയൊക്കെ ലീവിലായതുകൊണ്ട് മനുഷ്യനാ പണി ഇവിടെ. നീ വാ, ഉള്ളോട് കയറാ. വാ, ഇവിടെ ഇങ്ങനെ പുറത്തേക്കുന്നത് എന്തിനാ? ഇച്ചായി, എന്തടി, എന്തേ പറയാണ്ടോ? അത് ഇച്ചായി എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടായി തരുമോ? എനിക്ക് തീരെ വയ്യ. നിനക്കെന്താ പറ്റിയേ? പറഞ്ഞ പോലെ നിന്റെ കണ്ണൊക്കെ വല്ലാണ്ട് ഓർക്കുന്നുണ്ടല്ലോ. നീ എന്തടി കരഞ്ഞോ? ഏയ്, കരഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വയ്യ. ആകെപ്പാടൊരു ക്ഷീണമുണ്ട്, പിന്നെ നല്ല തലവേദനയുണ്ട്. അതിൻ്റെ ആകും ചിലപ്പോൾ കണ്ണിന്. ഇച്ചായിനൊന്ന് വീട്ടിൽ കൊണ്ടായിത്താ. അല്ല, പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു വയ്യായി? രാവിലെ പോകുമ്പോഴൊന്നും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊന്നുമല്ല, ഇത് വേറെന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. നീ എന്നോട് സത്യം പറ. ഇച്ചായി, വേറൊന്നുമില്ല. എനിക്ക് ഈ സൗണ്ടൊന്നും പറ്റണില്ല. തലവേദന കൂടുന്ന പോലെ ഫീൽ ചെയ്യുക, അതുകൊണ്ടാണ്. ഇച്ചായി വേണമെങ്കിൽ എന്നെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നോ. നിങ്ങൾ എൻജോയ് ചെയ്തോ. എന്നെ വീട്ടിലൊന്ന് ഇറക്കി തന്നാൽ മതി. അല്ലെങ്കിൽ ഇച്ചായിനെ ചാവി ഇങ്ങത്താ, ഞാൻ പോയിക്കോളാം. അതൊന്നും വേണ്ട, ഞാനാക്കി തരാം. നമുക്കിപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോവാം, എന്നിട്ട് മതി വീട്ടിലേക്ക് പോലെ. ഹോസ്പിറ്റലൊന്നും പോകണ്ട, എനിക്കൊന്ന് കടന്നാൽ മതി. അപ്പം മാറി വയ്ക്കും. ഇന്ന് നാളത്തേക്ക് മാറിയില്ലെങ്കിൽ നമുക്ക് അപ്പം പോവാം. ഇപ്പം എനിക്കൊന്ന് കടന്നാൽ മതി. എന്നാ നീ കയറ്, നമുക്ക് വീട്ടിൽ പോവാം. കള്ളത്തരം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാണ് അവളെ വിചാരം. ഇപ്പം എന്തായാലും റെസ്റ്റ് എടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ചോദിക്കാം അവളോട്. ഹലോ, ഇയാള് പോവാണോ? ആ, ദേ വന്നിക്കുന്നു. ഇവളെ കാണാനാ ഓടിക്കത്തിച്ചിങ്ങ് വന്നത്. ഇനിയിപ്പോൾ എന്തായാലും നോക്കാം. ആ, ആരിത്? അണ്ണാൻ കുഞ്ഞോ? ഞാനിപ്പോൾ ആലോചിച്ചതേ ഉള്ളൂ. ആ, ഞങ്ങൾ പോവാം. ഇവക്ക് തീരെ വയ്യ, അപ്പം പോയേ പറ്റൂ. നീ പേടിക്കണ്ട, നമുക്ക് പിന്നെയും കാണാം. നീ ഇങ്ങനെ വിഷമിക്കുകയൊന്നും ചെയ്യണ്ട കേട്ടോ. ഒന്ന് പോയടാ അവിടുന്ന്. ഓ, വിഷമിക്കാനട്ടോ. ആർക്കാണ് ഇത്ര വിഷമം? താൻ പോവേ വരെ എന്തെങ്കിലും കാണിക്കേ. അല്ല, ചേച്ചിക്ക് തീരെ വയ്യേ? ഓ, അണ്ണാൻ കുഞ്ഞിന് വിഷമം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് നല്ല വിഷമമുണ്ടേ. പിന്നെ ഇതൊക്കെ ദൈവത്തിൻ്റെ ഓരോ കളികളായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ വിട്ട് കളയുന്നു. പിന്നെ ഇവക്ക് തീരെ വയ്യ, അതുകൊണ്ടാണല്ലോ കൊണ്ടുപോകുന്നത്. എന്തായാലും പോയേ പറ്റൂ. എന്നാൽ പോയിട്ട് വരാം. ബായ്, നമുക്ക് പിന്നെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. ഇയാളെ ഭ്രാന്തന് മാത്രം ഒരു കുറവുമില്ല. ഇങ്ങനെ പോവാണെങ്കിൽ ഒരു ദിവസം ഞാൻ തന്നെ ഇയാളെ ചങ്ങലക്കിടും. ആ, ഡ്രസ്സ് മാറി വന്നില്ലേ? ഇനി കേക്ക് മുറിക്കാം. അല്ല മമ്മി, ജെൻസി എവിടെ? അവള് വീട്ടിൽ പോയടാ. അവൾക്ക് തീരെ വയ്യാന്നിട്ടും പറഞ്ഞിട്ട് ജയിടാൻ വന്നപ്പോൾ കൂടെ പോയി. അതെന്താ പെട്ടെന്ന്? ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ആർക്കറിയാം, ആ പെണ്ണിൻ്റെ കാര്യമില്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പം ജേടനെ വിളിച്ച് വെച്ചതേ ഉള്ളൂ. അവള് ഇപ്പം റൂമിൽ പോയി കടന്നു എന്നാ പറഞ്ഞവൻ. നമുക്കെന്തായാലും കേക്ക് മുറിക്കാം. ആ, എന്നാ വാ. എടാ ആദി വാ. ഇവനത് ഏത് ലോകത്താ? ആദി, നീ ഇത് ഏത് ലോകത്താ? നീ ഇങ്ങ് വന്നേ. ആ, വരാ. എടിയാനു, നീ ഒന്ന് ഏട്ടൻ്റെ മുഖത്തെ സൂക്ഷിച്ചു നോക്കി. എന്തോ ഒരു തകരാറില്ലേ? ആ, ഞാനും അത് ചിന്തിക്കാതില്ല. ഏട്ടന് ആകെ ഒരു മൂഡ് ഓഫ്.
വലിയ ഹാപ്പി ഒന്നുമല്ല. അപ്പം ശരിക്കും എന്തോ നടന്നിട്ടുണ്ട്. എൻ്റെ ബലമായ സംശയം ആദ്യമായിട്ട് ജയൻസ ചേച്ചിയും കൂടെ എന്തോ അടി ഉണ്ടായിട്ടുണ്ട്. അതാദ്യം നമ്മൾ കണ്ടുപിടിച്ചത് സോൾവ് ആക്കണം. ഇല്ലെങ്കിൽ 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 എന്താ? ഇല്ലെങ്കിലൊന്നുമില്ല. അല്ല, ഇതൊക്കെ ഒരു രസമല്ലേ, നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നു. ഓ, ഞാൻ വിചാരിച്ചു എന്തോ പറയാൻ വരികയെന്ന്. ഈ വധൂരിനെ കൊണ്ട് ഇനി മിണ്ടി പോയരുത്. മിണ്ടാടെ കുത്തിരുന്നോളാം അവിടെ. മൂട് പോയി. അല്ലേ ഈ സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഇല്ലാത്തവരോട് കാര്യം പറയാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും. അമ്മേ, ഇവിടെ ഇന്നും ദോശയാണോ? ഇതൊന്ന് മാറ്റി പിടിച്ചു അമ്മയ്ക്ക്. ദോശ വേണമെങ്കിൽ അവിടെ വെക്ക്. ഇവിടെ പുട്ട് അത് എടുത്തു നിന്നോ. പുട്ടോ? ഇന്നലെയും പുട്ടല്ലേനോ? ഈ പുട്ട് ദോശയല്ലാണ്ട് ഈ വീട്ടിൽ വേറെ ഒന്നുമില്ലേ? ഇന്നലെ റവപ്പുട്ടല്ലേനോ? ഒന്ന് റാഗിപ്പുട്ടാ. നീ അത് തിന്നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് പോയാ അമ്മ അവിടുന്ന്. എന്തായാലും അത് പുട്ടല്ലേ, എനിക്കൊന്നും വേണ്ട, ഞാൻ പോവുക. നിനക്ക് വേണ്ടെങ്കിൽ നീ തിന്നണ്ട, അത്രയേ ഉള്ളൂ. അല്ലേ, നിങ്ങളൊക്കെ പറയണ പോലെ ഉണ്ടാക്കിയൊക്കെ ഞാൻ ഇവിടെ ഹോട്ടൽ തുടങ്ങി കുത്തിരിക്കല്ല. നിനക്കൊക്കെ തിന്നാൻ കിട്ടി ഏറിപ്പോയിട്ടുള്ള പ്രശ്നമാണ്. ഇതൊന്നും കിട്ടാത്ത എത്ര മക്കളുണ്ടെന്ന് അറിയാം നിനക്ക്? ആ വിലയൊക്കെ അറിയണമെങ്കിൽ വിശപ്പിൻ്റെ വില ആദ്യം അറിയണം. അതറിയിച്ചില്ലല്ലോ ഞങ്ങൾ. അതിൻ്റെ ഒറ്റ കുഴപ്പമാണ് നിനക്കൊക്കെ ഉള്ളത്. അല്ലേ, അവൾക്ക് തിന്നാൻ എന്നും പുട്ട് എന്നും ദോശ എന്നും പറഞ്ഞ് വരിക. നിനക്ക് 2 ദിവസം പട്ടിണിക്ക് ഉണ്ടോ? എന്നാലും നീയൊക്കെ പഠിക്കൂ. ഒന്നും മിണ്ടാണ്ടെങ്കിൽ പോയാൽ മതിയെന്നു. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഭഗവാനേ. 12 മണിക്ക് എണീച്ച് വന്നിട്ട് അവളോട് നാടുണ്ടാക്കാൻ വന്നിക്കുക. എൻ്റെ കണ്ണുമ്പൊന്ന് പോയിക്കോ നീയൊക്കെ. അല്ലേ, അന്ന് എന്തായിരുന്നു ഇവിടെ ജനിച്ച ടൈമിൽ? നാട്ടുകാരൊക്കെ വക പെങ്കൊച്ചല്ലേ, എല്ലാ പണിക്കും സഹായമായല്ലോ. എവിടുന്ന് ഇതൊക്കെ നാട്ടുകാർ വല്ലതും അറിയുന്നുണ്ടോ? പുലച്ച 5 മണി വരെ ഫോൺ കണ്ടിരിക്കും. എന്നിട്ട് നട്ടുവെച്ചാൽ വെണീച്ച് വരും. എന്നിട്ട് ഒരു പണി പോലും എടുക്കില്ല. എടുക്കാൻ പറഞ്ഞാലോ അതിനനുസരിച്ച് നോക്ക് നാവ് പറയാനുണ്ടാവും. ഇതിനൊക്കെ തീറ്റിപ്പോറ്റി സമയം കൊണ്ട് വേറെ എന്തെങ്കിലും വളർത്തിയെങ്കിൽ ആ ഗുണമെങ്കിലും കിട്ടിയേനെ. ഹലോ, എനിക്ക് അകത്തേക്ക് വരാവോ? നീയായിരുന്നോ? നീ ഉള്ളോട് കയറി വാടാ. നീ എന്തിനാ ചോദിക്കാനൊക്കെ നിൽക്കുന്നത്? അതാൻറ്റി, ഇവിടുന്ന് എന്തൊക്കെയോ ബഹളമൊക്കെ കേട്ടു. അപ്പം എന്ത് സാധന പറന്ന് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു സംരക്ഷണത്തിന് വേണ്ടി പുറത്തു നിന്നതാ. ഓ, അതാണോടാ. നീ ഈ കുരുത്തങ്കട്ടോടെ കണ്ടോ? ഉച്ചയ്ക്ക് എണീച്ച് വരിക, എന്നാലോ ഒരു സമാധാനം തരൂല്ല. ഇങ്ങനെ ബഹളം ഉണ്ടാക്കി നടക്കും. അപ്പം അതിൻ്റെ കുറച്ച് ഡോസ് കൊടുത്തതാ, വേറൊന്നുമില്ല. അതെനിക്ക് വന്നപ്പോഴേ മനസ്സിലായി ഇവളായിട്ടാവും പ്രശ്നമെന്ന്. പോടോ മോ, എന്നാ ഇരുന്നോ, ദോശയും പൊട്ടു കൊടുക്ക. ഏതാ വേണ്ടച്ച കഴിച്ചോ. അയ്യോ ആൻറ്റി, ഒരു സ്ഥലം ഒഴിവില്ല. വീട്ടിൽ നിന്ന് വയറ് നിറച്ച് പറഞ്ഞെത്താ. വരുമ്പോൾ നോക്കാം. ആണോടാ? എന്നാൽ ഞാൻ എടുത്തു വെച്ചോളാം. അല്ല, നീ എന്താ നിൽക്കുന്ന? അവിടെ പോയി ഇരിക്കും. ആൻറ്റി, ഞാൻ ഇരുന്നോളാം. അല്ലടി പൂച്ച കുഞ്ഞെ, ആദ്യം എവിടെ? ഞാൻ അവനെ തപ്പി വന്നതാ. പൂച്ച കുഞ്ഞാ? ഇങ്ങോട്ട് ഞാൻ കുറേ വട്ടം പറഞ്ഞു എന്നെ ആ പേരെടുത്ത് വിളിക്കരുതെന്ന്. പിന്നെ ആദ്യേട്ടൻ പണിക്ക് പോയതാവും, അല്ലാണ്ട് എവിടെ പോവാൻ? അത് ഞാൻ ഇന്നലെ അവനെ വിളിച്ചപ്പോൾ അവന് നൈറ്റ് ഷിഫ്റ്റ് ആണെന്നാണല്ലോ പറഞ്ഞത്. അപ്പം അവൻ ഇവിടെ കണ്ടതല്ലേ ഇപ്പം. അത് പ്രതീക്ഷിച്ച ഞാൻ പൊങ്ങ വന്നേ. നീ അല്ലാണ്ട് അവളോടൊക്കെ ചോദിക്കുമോ? ഇവിടെ എന്താ നടക്കുന്നത് പോലും അതിനറിയില്ല. ആ റൂമ് തപസിരിക്കല്ലേ, പിന്നെ ഇങ്ങനെ ഓരോന്നും അറിയാ. ഇവിടെ ഭൂകമ്പം സംഭവിച്ചാൽ പോലും ഇവളറിയില്ല. ഈ അമ്മ ഞാൻ എണീച്ച് വന്നപ്പോൾ തുടങ്ങിയതാണല്ലോ. എന്തൊരു കഷ്ടമാണിത്. അവൻ വന്നീനടാ ഇങ്ങോട്ടേക്ക്. പിന്നെ ഞാൻ ഡ്രസ്സ് മാറി പുറത്തേക്ക് പോകുന്നുണ്ട്. ഫുഡ് വേണ്ടി ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയതുമില്ല. 2-3 ദിവസമായിട്ട് ഇപ്പോൾ എന്താ പരിപാടി? നൈറ്റ് ഷിഫ്റ്റ് എടുക്കും, രാവിലെ വരും, പോവും ഇങ്ങോട്ടും ഇറങ്ങിയിട്ട്. എങ്ങോട്ടാ ചോദിക്കുമ്പോൾ മിണ്ടത്തുമില്ല. ആ ചെക്കനിപ്പോൾ എന്തോ പറ്റിയിട്ടുണ്ട്. ഇപ്പം അവൻ എവിടെ ഉണ്ടാവുമെന്നറിയാം ആൻറ്റിക്ക്? അതറിയില്ലടാ. പക്ഷെ എൻ്റെ ഫുള്ള് ടെൻഷൻ ഇപ്പം അവൻ്റെ ഉറക്കത്തിലാ. അവൻ മര്യാദയ്ക്ക് ഉറങ്ങുന്നില്ലല്ലോ ഇപ്പം. അതാലോചിക്കുമ്പോൾ കുറച്ച് പേടിയുണ്ട്. പിന്നെ ഫുഡും കഴിക്കുന്നില്ല, ഇവിടുന്ന് കഴിക്കുന്നില്ല. ഇനി പുറത്തെവിടെ പോയി കഴിക്കുന്നോ ഉറങ്ങുന്നോ ഉണ്ടോയെന്ന് അറിയത്തില്ലല്ലോ. എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ മിണ്ടുന്നുമില്ല. എന്താ ചെയ്യാനാ? ആരും ടെൻഷൻ അടിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. അവനെ ഞാൻ തപ്പി കണ്ടുപിടിച്ചോണ്ട്. അമ്മേ, ഒരു സൈക്കോളജി മൂവ് വെച്ച് നോക്കുമ്പം ഏട്ടൻ ഏതോ ഒരു പെണ്ണ് നല്ല പോലെ തേച്ചിട്ടുണ്ട്. അയ്യോ, ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ഏട്ടൻ കുടിച്ച് ലക്കും കെട്ടി വരും. പിന്നെ വലിയ കള്ളുകൂടിയനായി മാറും. എനിക്കിതൊന്നും കാണാൻ വയ്യേ. തേക്കേണ്ടി വരും. നിന്നെ ഞാനിപ്പോൾ ഈ ചുമരിൽ പിടിച്ച് തേക്കും. ആ തിരുവായിന്ന് അടച്ചു വെക്കുമോ? ഇല്ലെങ്കിലേ 9 മാസം വയറ്റിൽ കൊണ്ട് നടന്നാൽ നോക്കത്തില്ല, എടുത്ത് കണ്ടു കൊണ്ടിടും. എൻ്റെ മോനെ പറ്റി ഇല്ലാ കഥകൾ പറയാൻ വന്നിക്കുക അവള്. അതിൻ്റെ ഇടയിൽ കൂടെ അവള് ബാക്കിൽ നിന്ന് കുത്താൻ വരിക.
എനിക്ക് പണ്ടേ ആരെ തള്ളേ നിങ്ങൾക്ക് ഏട്ടനോടാ കൂറുന്ന്. എൻ്റെ അച്ഛൻ വരട്ടെ, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ഓ പിന്നെ അയാൾ എന്നെ അങ്ങ് മൂക്ക് വലിച്ച് കയറ്റല്ലേ? നീ കണ്ടതിനേക്കാളും അയാളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അവള് വന്നേക്കിയ വലിയ വർത്താനായിട്ട്. എന്താടി നോക്കി പഠിപ്പിക്കുന്നത്? നിനക്ക് നിന്റെ വായിക്കൊന്ന് റെസ്റ്റ് കൊടുത്തൂടെ? അതിനുണ്ടാവും ചെറിയ ആഗ്രഹങ്ങളൊക്കെ. ഓ അടുത്ത വർഷത്തെ ശ്രദ്ധിക്കുക തമ്പ്ര. എന്നാ ഞാൻ പോവാ. നിങ്ങളുടനെ രണ്ടാമത്തെ യുദ്ധം തുടങ്ങിക്കോളി. എന്നാൽ ഞാനും ഉണ്ട്. എനിക്ക് ഇവിടുന്ന് ബോറടിക്കും. ഞാനും വരട്ടെ. ഞാനതിന് അവനെ തപ്പി പോവുക. അതൊന്നും സാരല്ല, ഞാൻ വരാം. എനിക്ക് എന്തായാലും വിശക്കുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കാമല്ലോ. ഓ എന്താ ചെയ്യേ. എന്നാ ആൻറ്റി ഞാൻ ഇവളെയും കൂടി കൊണ്ടുപോവാണേ. ഓ കൊണ്ടുപോയിക്കോ. പുറത്ത് അങ്ങനെയെങ്കിലും സമാധാനം കിട്ടട്ടെ എനിക്ക്. എന്താ ഫെലിക്സ് ഇത്? ഞാൻ എപ്പോൾ തന്ന വർക്കാ നിനക്കിത്? എന്നിട്ട് ഇപ്പോഴും ഇത് കംപ്ലീറ്റ് ആയില്ലെന്ന് വെച്ചാൽ ഒരു എക്സ്ക്യൂസ് എൻ്റെ വാക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഞാനൊരു 2 ദിവസത്തേക്ക് ഇവിടെ നിന്ന് ഇല്ലാന്ന് വെച്ചപ്പോഴേക്ക് എല്ലാം കുട്ടികളെയായി മാറിയില്ല നിങ്ങൾക്കൊക്കെ. എനിക്ക് ഈ വർക്ക് ഇപ്പം കിട്ടണം എൻ്റെ മേശപ്പുറത്ത്. എന്ത് വേണേ കാട്ടിക്കൂട്ടിക്കോ. എനിക്ക് ഒന്നും കേൾക്കണ്ട നിങ്ങളെ വാക്കിൽ നിന്ന്. എല്ലാം തലേ കയറിയാ കുത്തിരുന്നിട്ട് എല്ലാത്തിനും ഞാൻ പറഞ്ഞേക്കും ഒരു ദിവസം. മാം ഒരു 1 hour തരുവാണെങ്കിൽ. ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ 10 മിനിറ്റ് ഞാൻ തരും. അതിനുള്ളിൽ ഈ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ടേബിളിൽ ആ സാധനം ഫുൾ ഉണ്ടായിരിക്കണം. നീ ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ലെങ്കിൽ അതെങ്ങനെയാ? കാണുന്നത് പോലെയല്ലോ ചിലവുള്ള സ്വഭാവം ഉണ്ടാവുക. എന്ന് ഫെലിക്സിനാണല്ലോ മക്കളെ നല്ലോണം കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആ സാധാരണ അവനൊന്നും കിട്ടാറില്ലല്ലോ. ഇന്നിപ്പോൾ അവനെന്താ കാട്ടിക്കൂട്ടി അതിന് മാത്രം? ഓ അതൊന്നും പറയണ്ട മോളെ. ഇന്നലെ മാം വന്നത് മുതൽ മാം എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ചതേ ഉള്ളൂ ഇവനും കൂടി കിട്ടാത്ത എന്താന്ന്. ഇന്നലെ നിനക്ക് കിട്ടിയില്ലേ? ആ ഇന്നലെ എല്ലാവർക്കും ഭൂരിഭാഗം എല്ലാവർക്കും കൂടെ കിട്ടി ഇന്നലെ. ഇന്നിപ്പോൾ ഇവന് കിട്ടി. ആ നീ പറഞ്ഞതുപോലെ ഞാനും ശ്രദ്ധിച്ചു. മാം സാധാരണ ഉള്ളതിനേക്കാളും കലിപ്പാ കുറച്ച്. ചിലപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ടാവുമായിരിക്കും. എന്ത് സംഭവിച്ചതാണെങ്കിലും നമ്മളെ തലയല്ലേ തിന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2 ദിവസമായിട്ട് ജെയ്ഡൻ സാർ അവിടെ പോയി. മൂപ്പരാണെങ്കിൽ ഇത്ര വലിയ പ്രശ്നമല്ലേ? അത് പിന്നെ വലിയ മൈൻഡാക്കത്തില്ലല്ലോ. മൂപ്പര് പൊളിയാ എൻ്റെ കണ്ണിൽ. നീ ഇത് പറയുന്നത് എനിക്കറിയാം. കാരണം നിനക്കിനി മൂപ്പരെടുത്തും കൂടി ചീത്തയേക്കാളൂ. പക്ഷേ നീ പറഞ്ഞത് കുറച്ചൊക്കെ ശരിയാ. ഈ ഫാമിലി മൊത്തത്തിൽ നോക്കുമ്പോഴേ ജെയ്ഡൻ സാർ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ തട്ടിക്കയറി സംസാരിക്കുന്നില്ല. എന്ത് വന്നാലും ആ രീതിക്ക് അങ്ങ് എടുത്തോളും. അത് വെച്ച് നോക്കുമ്പം ജെയ്ഡൻ സാർ കുറച്ച് പാവാണ്. നിങ്ങൾ രണ്ടാളും കൂടി എന്ത് തേങ്ങയാ പറയുന്നത്? ജെയ്ഡൻ സാറ് നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള പാവൊന്നുമല്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അത് വേറൊന്നുമല്ല. മൂപ്പര് കുറച്ച് കൊല്ലമായിട്ട് പുറത്തല്ലായിരുന്നോ? പെട്ടെന്ന് ഇങ്ങോട്ടൊരു വരവെന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? അത് കമ്പനി ഏറ്റെടുക്കാനല്ലേ. പിന്നെ ഇവിടെയല്ലേ വീടൊക്കെ. അപ്പം അവിടെ മടുത്തപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. എന്നാലേ അതങ്ങനെയല്ല. അവിടെ ഏതോ ഒരുത്തനെ തല തല്ലി പൊട്ടിച്ചിട്ട് അത് വലിയ സീനായി. അപ്പോൾ അത് ജീന മാം അറിഞ്ഞു. അങ്ങനെ കയറ്റുമതി ചെയ്ത മുതലാണ് ആ സാധനം. എൻ്റെ ദൈവമേ, ഇതൊക്കെ ഇപ്പോ എന്നാലും ജെയ്ഡൻ സാറ് അങ്ങനെയൊക്കെ ചെയ്യോ? അല്ല നീ ഇത് എവിടെ നിന്ന് അറിഞ്ഞു? ഓ അത് എൻ്റെ ഏട്ടൻ വഴി അറിഞ്ഞതാ. ഈ ജെയ്ഡൻ സാറിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. മൂപ്പര ഫ്രണ്ടാണ് എൻ്റെ ഏട്ടൻ. ആ വഴിക്ക് അറിഞ്ഞതാ. ഞാനും ആദ്യം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇവിടെ ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടന്നിട്ട് അവിടെ ഒരു തന്നെ തലയൊക്കെ തല്ലി പൊട്ടിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ആകെ ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടനാ പറഞ്ഞേ ഇവിടെ അത്ര കളി നടക്കൂലെന്ന്. കാരണം വെച്ചാൽ ജെയ്ഡൻ സാറിന് ഏറ്റവും വലിയ പേടി ജീന മാമിനെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആവണം. വാവ്, നല്ല കാര്യം. എന്നാലും ഒരേ എന്തായാലും ഒരാളുടെ സ്വഭാവം എടുക്കല്ലോ. എൻ്റെ മോനെ രോഹിത്തെ, നീ ഒന്നിങ്ങ് തിരിഞ്ഞേ. നിന്നെ തലേന്ന് നല്ലപോലെ കാണട്ടെ. ഈ തലയ്ക്ക് വലിയ ആയുസുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിന്റെ സ്വഭാവം കൊണ്ട് ജെയ്ഡൻ സാറെ എങ്ങനെയല്ലേ തല്ലിപ്പൊട്ടിക്കും. അപ്പം നീ ഹെൽമെറ്റ് വെച്ച് നടന്നോ? പൊടി കരിനാക്കെടുത്ത് വളയ്ക്കാണ്ടേ. ആകെ ഒരു പ്രതീക്ഷ മൂപ്പരേനി, അതും പോയി കിട്ടി. അമ്മേനൊന്ന് പോയി വിളിച്ചു വരാം ഞാൻ. ഓ ഇവനെ കൊണ്ട്. ഇവളെന്താ ഇത്ര നേരമായിട്ട് ഇങ്ങോട്ട് എത്താത്തത്?
ഇനി വർക്ക് കഴിഞ്ഞില്ലേ? എന്തായാലും ഒന്ന് അങ്ങോട്ട് പോയേക്കാം. എന്നാൽ പിന്നെ ഓളയും കൂട്ടിങ് പോരാലോ. എക്സ്ക്യൂസ് മീ, ഇവിടെ വർക്ക് ചെയ്യുന്ന അനന്യനെന്ന് വിളിക്കുമോ? അനന്യ അവൾ പോയല്ലോ. പോയിട്ടൊരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. എന്ത് പറ്റി സാർ? എന്താ അത്യാവശ്യമായിരുന്നോ? ഏയ് അതൊന്നുമല്ല, ഞാൻ അവളെ ഫ്രണ്ടാണ്. അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വന്നതായിരുന്നു. എന്നാൽ ശരി. അരമണിക്കൂർ മുമ്പ് അവൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവളവിടെ എത്തണ നേരം കഴിഞ്ഞു. ഞാനവിടെ ഇല്ലായിരുന്നു. അപ്പം എന്തായാലും കാണും ചെയ്യായിരുന്നു. ഈ സമയത്ത് അവൾ വേറെ എങ്ങോട്ടും പോകത്തുമില്ല. ഇതാകെപ്പാടൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അതെ, ഞാൻ തന്നെ. നീ എന്താ വിചാരിച്ചാൽ നിനക്ക് രക്ഷപ്പെടാമെന്നോ? അത് ഈ ജന്മത്തിൽ നിനക്ക് എന്തായാലും കഴിയൂല. അതുകൊണ്ട് മോള് വാ, നമുക്ക് പോവാം. ഇല്ല, ഞാൻ വരില്ല. എന്നെ രക്ഷിക്ക്. അയാളെന്നെ കൊണ്ടുപോകും. ഒന്നുമില്ലാനു, ആരും നിന്നെ എങ്ങോട്ടും കൊണ്ടുപോയില്ല. അത് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിനക്കൊന്നും പറ്റാൻ സമ്മതിക്കൂല. എന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ? ഇല്ല, നിന്നെ ഒറ്റയ്ക്കാക്കി ഞാൻ എങ്ങോട്ട് പോകാനാ? ഇനി നിന്റെ കരച്ചിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് എന്താ സംഭവിച്ചതെന്ന് പറ. നിനക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ലല്ലോ? അതാരാ നിനക്കറിയോ? അതെന്റെ വല്യച്ഛൻ്റെ മോനാ, കിരൺ. അവൻ ജയിലിലായിരുന്നു ഇത്രയും കാലം. ഇപ്പം ഇങ്ങനെ പുറത്തിറങ്ങണമെന്ന് എനിക്കറിയത്തില്ല. അവൻ നിന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ് പറഞ്ഞത്? മുംബൈക്ക്. അവിടെ പോയിട്ട് എന്നെ വിൽക്കാനാ. പക്ഷെ ഈ പ്രാവശ്യം അവൻ വന്നത് എന്നെ കൊല്ലാൻ തന്നെ. ഞാൻ അവനെ ജയിലിൽ പറഞ്ഞയച്ച് ആ ദേഷ്യം അവനെന്തായാലും ഉണ്ടാവും. അവൻ എനിക്കും ഇനി എൻ്റെ കുടുംബത്തിനും സ്വൈര്യം തരത്തില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് വീട്ടിൽ പോകണം. എൻ്റെ അമ്മേനെത്തി. നീ വാ, ഞാൻ കൊണ്ടായി തരാം. പിന്നെ ഒരു കാര്യം, നിന്റെ മേലൊരു പോറൽ പോലും പറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അത് ഈ ജയിലം തരുന്ന വാക്കാ നിനക്ക്. ഇനി എന്തെല്ലാം കരച്ചിലൊക്കെ ഒന്ന് മാറ്റിയോളാം. വീട്ടിലേക്കല്ലേ? അമ്മ അനെത്തി വല്ലാണ്ട് പേടിക്കും. താങ്ക്സ് എൻ്റെ കൂടെ നിന്നതിന്. കിരൺ, അവനേത് നായിൻ്റെ മോനാണെങ്കിലും വേണ്ടില്ല. അവൻ്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ടാ. എൻ്റെ പെണ്ണിനെ അവനല്ല, അവൻ്റെ തന്ത വിചാരിച്ചാൽ പോലും തൊടാൻ പറ്റില്ല. അതെനിക്ക് കാണിച്ചു കൊടുക്കണം അവന്. ഓ, ഇവൾക്കിവിടെ രക്ഷകനൊക്കെ ഉണ്ടോ? എത്ര കാലം രക്ഷിക്കും നോക്കാം. ഇന്ന് രക്ഷപ്പെട്ടത് രക്ഷപ്പെടട്ടെ. അതേ നാളില്ല അവൾക്ക്. ഒരു ദിവസം അവളെ എൻ്റെ കൈ കിട്ടും. അന്നത്തോടെ തീരുമെല്ലാം. ഹലോ ചെറിയച്ച. എന്തായി നീ പോയ കാര്യം? അത് ചെറിയച്ച, അവള് രക്ഷപ്പെട്ടു. പക്ഷേ എന്നെ കണ്ട ഷോക്കിലാണ് അവള്. അതിൻ്റെ കൂടെ ഏതോ ഒരുത്തൻ അവളെ രക്ഷിക്കാനായിട്ടു. നീ ഒന്ന് അടങ്ങടാ. അവളെ നമുക്ക് നമ്മളെ കൈ തന്നെ കിട്ടും. പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഇനി അവിടെ ഇവിടെയും കറങ്ങി നടക്കാണ്ട വീട്ടിൽ പോകാൻ നോക്ക്. ഞാൻ ഫോൺ വെക്കുക. എനിക്ക് കളത്തിലിറങ്ങി കളിക്കേണ്ട സമയമായി എന്ന് തോന്നുന്നു. ഇനിയാണ് കളി ആരംഭിക്കാൻ പോകുന്നത്.